ടു ലേൺ വൈസ്. എല്ലാവർക്കും ലേൺ വൈസിന്റെ പുതിയൊരു ടൂറിസം ട്രാവൽ മാനേജ്മെന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട പേപ്പറായ BTSC 102 എന്ന പേപ്പർ കോഡുള്ള ടൂറിസം റിസോഴ്സ് ഓഫ് ഇന്ത്യ ഫസ്റ്റ് എന്ന പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ എന്താക്കാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പേപ്പറിലൂടെ നമ്മൾ എന്താക്കാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്താക്കുന്നത് നമ്മൾ ഈ പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലേൺ വോയിസിന്റെ പുതിയൊരു ടൂറിസം ട്രാവൽ മാനേജ്മെന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള പേപ്പർ പോലെയല്ല, മറിച്ച് ഇതൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ടൂറിസത്തെയും അതോടൊപ്പം തന്നെ ട്രാവലിനെയും കാണേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ടൂറിസം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, ഒപ്പം തന്നെ ഇന്ത്യയുടെ കൾച്ചർ എങ്ങനെയാണ്, ഇന്ത്യയുടെ ഹെറിറ്റേജിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്താക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ അങ്ങോട്ടുള്ള ഈ ഒരു പേപ്പറിലൂടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു പേപ്പർ തന്നെയാണ്. അഥവാ 20 യൂണിറ്റുകളായിട്ടാണ് എന്താക്കിയിട്ടുള്ളത് ഈ ഒരു പേപ്പറിനെ നമ്മൾ തിരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സിലബസ് എന്ന് വെച്ചാൽ ഈ ഒരു BTSC 102 എന്ന് പറയുന്ന പേപ്പർ എന്ന് വെച്ചാൽ 20 യൂണിറ്റുകളാണുള്ളത്. ഈ 20 യൂണിറ്റുകളായിട്ട് വ്യത്യസ്ത ആസ്പെക്റ്റിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ടൂറിസവും ഒപ്പം തന്നെ ഇന്ത്യയുടെ കൾച്ചറും ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്നാണ് എന്താക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് എന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമയെ കുറിച്ചാണ്. എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ ഒരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ കൊടുത്തിട്ടുണ്ടായിരിക്കുക? കാരണം എന്താ വെച്ചാൽ ഈ ഒരു പേപ്പറിൽ ഇന്ത്യൻ സിനിമയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ തിയേറ്റർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യൻ പെയിന്റിങ്സിനെ കുറിച്ച് എന്താക്കുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇമേജ് ആയിട്ട് ഇവിടെ താജ്മഹലിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ അടുത്തതായിട്ട് താജ്മഹലിന്റെ ഇമേജ് കൊടുത്തിട്ടുള്ളത്? കാരണം എന്താ വെച്ചാൽ ഈ ഒരു പേപ്പറിൽ ഇന്ത്യന്റെ ആർക്കിടെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അഥവാ റോക്കറ്റ് ആർക്കിടെക്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, അതോടൊപ്പം തന്നെ വില്ലേജ് ആർക്കിടെക്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എന്താക്കാൻ പോകുന്നത് നമ്മൾ അടുത്തതായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ അടുത്ത ഇമേജ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഈ ഒരു ഇമേജിന്റെ പ്രത്യേകത എന്താണ്? ഇതിൽ ഡാൻസ്, അതേപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കലാരൂപങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, അതും വ്യത്യസ്ത ദേശങ്ങളിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിലെ ഡാൻസിനെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള റിസോഴ്സുകളെ കുറിച്ചാണ് എന്താക്കുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാത്തിന്റെ ഒരു കൂട്ടമാണ്. ആ ഒരു കൂട്ടത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡാൻസ് ആയിട്ടും ആർക്കിടെക്ചർ ആയിട്ടും സിനിമ, തിയേറ്റർ, മ്യൂസിക്, പെയിന്റിങ് അങ്ങനെ തുടങ്ങിയിട്ട് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സുകളാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആസ്പെക്റ്റുകളിൽ പെട്ടിട്ടുള്ള ഘടകങ്ങളാണ് എന്താക്കുന്നത് ഈ ഒരു പേപ്പറിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലേൺ വൈസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തു വന്നത് നിയർലി ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. അഥവാ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ നാഗരികതയായ ഹാരപ്പൻ നാഗരികതക്ക് മുൻപ് നമ്മളൊരു കൾച്ചറിന്റെ ഒരു തുടക്കം നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു തുടക്കം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ഹാരപ്പൻ കൾച്ചറൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് നിയർലി ഒരു 4500 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. സോ അതിനു മുൻപ് മുതലേ എന്താക്കുന്നുണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകൾ നമുക്ക് കാണാൻ കഴിയും. സോ ഈ ഒരു പേപ്പറിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള അല്ലെ വൈബ്രന്റ് ആയിട്ടുള്ള ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ട്രഡീഷൻസ് ഒക്കെയാണ് എന്താക്കുന്നത് നമ്മൾ ഇന്ന് ഫോളോ ചെയ്ത് പോകുന്നുള്ളത്. സോ അതോടൊപ്പം തന്നെ ഇതിനൊരു മോണോലിറ്റിക് എൻറ്റിറ്റി ഇല്ല എന്ന് പറയും. ഇവിടെ മോണോലിറ്റിക് എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും തന്നെ ഒന്നിലേക്ക് പോയിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. അതായത് ഇതിന്റെ ആസ്പെക്റ്റുകൾ വ്യത്യസ്തമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണ്. ഹിസ്റ്ററിയിൽ നമ്മുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇവരിൽ നിന്നാണ് എന്താക്കിയിട്ടുള്ളത് നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത്
ഇപ്പം ഹാരപ്പൻ പീരീഡിന് ശേഷം നമ്മൾ എന്താക്കുന്നുണ്ട്, ലൈക്ക് ആരപ്പയുടെ എൻഡ്, ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായത്തിൽ ആരപ്പയുടെ എൻഡിലാണ് എന്താക്കുന്നത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാണ് ചില കൂട്ടം ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അതിപ്പോഴും ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും നമ്മൾ അവർ ഇന്ത്യയിലേക്ക് വന്നു എന്ന് തന്നെ കണക്കാക്കുകയാണെങ്കിൽ അവരുടെ കൂടെ വരുന്നുണ്ട് എന്ത്, ഹിന്ദുയിസം ഇന്ത്യയിലേക്ക് വരുന്നതും ഈ ആര്യന്മാരുടെ പീരീഡിലാണ്. സോ അതിനുശേഷം ഹരപ്പയ്ക്ക് ശേഷം എന്താവുകയാണ്, വേദിക് പീരീഡ് ഉണ്ടാവുന്നു. അവിടെ പുതിയൊരു സംസ്കാരം അല്ലെങ്കിൽ പുതിയൊരു കൾച്ചർ, പുതിയൊരു റിലീജിയൻ എന്താവാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷം എന്താക്കുന്നത്, വേദിക് പീരീഡ് വരുന്നത്, വേദിക്കിന് ശേഷം ലേറ്റർ വേദിക് പീരീഡ് വരുന്നത്, ശേഷം വന്നിട്ടുള്ള ജനപദാസിന്റെ പീരീഡില് അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുണ്ട് കുഷാനാസ് എന്താക്കുന്നുണ്ട്, ചൈനയിൽ നിന്നുമാണ് കുഷാനാസ് വരുന്നത്. അവർ ഇന്ത്യയിൽ ഭരിക്കുന്നുണ്ട്. അവരെന്താക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. അതിനുശേഷം ഗ്രീക്കുകാർ വരുന്നുണ്ട്, റോമക്കാർ വരുന്നുണ്ട്, കച്ചവടത്തിനായിട്ട് എന്താക്കുന്നുണ്ട് റോമക്കാർ വരുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും മൗര്യൻ പീരീഡില് ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ കോട്ടിലേക്കാണ് ആര് വരുന്നത്, മെഗസ്തനീസ് വരുന്നത്. സോ മെഗസ്തനീസ് വരുന്നത്, അതുപോലെ തന്നെ ഗ്രീക്ക് അംബാസിഡേഴ്സ് എന്താക്കുന്നു ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ വിവാഹ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. സോ അതിനുശേഷം ലൈക്ക് മൗര്യന്മാർക്ക് ശേഷം ആര് വരുന്നുണ്ട്, റോമക്കാർ കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആൻഷ്യൻ പീരീഡിന് ശേഷം വന്നിട്ടുള്ള മിഡീവൽ പീരീഡിലേക്ക് നോക്കുകയാണെങ്കിലോ അഫ്ഗാനികൾ, അറബികൾ, പേർഷ്യൻസ് അങ്ങനെ തുടങ്ങിയിട്ട് ഡിഫറെന്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്താക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അവർ അവരുടെ സംസ്കാരം എന്താക്കുന്നുണ്ട് ഇന്ത്യയിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നമുക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താക്കുന്നുണ്ട് അവരുടെ സംസ്കാരങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു ദേശത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. ലൈക്ക് പേർഷ്യൻസ് ആണ് എന്താക്കുന്നത് ബിരിയാണി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സമൂസ, ഇതുപോലെയുള്ള ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ബാക്കി പല വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലായാൽ പോലും നമ്മൾ എന്താക്കുന്നുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രദേശങ്ങളെ അല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു മോണോലിത്തിക് എൻറ്റിറ്റി ഇല്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ 28 സ്റ്റേറ്റുകളുണ്ട്. ഈ 28 സ്റ്റേറ്റ് അഥവാ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എടുത്തു നോക്കിയാൽ ഓരോ സ്റ്റേറ്റിലും എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രരീതികളാണ് ഉള്ളത്, വ്യത്യസ്ത ഭാഷകളാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഇവർ വ്യത്യസ്ത ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാത്തിലും അവരുടെ ആചാരങ്ങളിൽ, സംസ്കാരങ്ങളിൽ, കലകളിൽ എല്ലാം തന്നെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന ചൊല്ലൊക്കെ ഇവിടെയാണ് ഉണ്ടാകുന്നത് കൂടുതൽ അനുയോജ്യമാകുന്നെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഒരു മോണോലിറ്റിക് എൻറ്റിറ്റി ഇല്ല, ബട്ട് ഇവരൊക്കെ എന്താക്കുന്നുണ്ട് ഒരു ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം തന്നെയാണ് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരം ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കൊളോണിയലിസത്തിനെതിരെയുള്ള സ്ട്രഗിളുകൾ. സോ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മോഡേൺ പീരീഡിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആളുകളാണ് ആര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, പോർച്ചുഗീസുകാര്. ഇവർക്കെതിരെയുള്ള സ്ട്രഗിളും മറ്റുമാണ് എന്താക്കിയിട്ടുള്ളത് നമ്മളുടെ സംസ്കാരം രൂപപ്പെടുത്തുന്നതില് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ നാഷണൽ ബൗണ്ടറീസിന് അപ്പുറത്തായിട്ടാണ് എന്താക്കുന്നത് നമ്മുടെ സംസ്കാരം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇനി നമുക്ക് ആദ്യത്തെ യൂണിറ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ യൂണിറ്റിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കിയാല് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്നതാണ്. ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റിലെ എങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചറും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഹെറിറ്റേജും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് എന്താക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു പേപ്പറിലൂടെ നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഹിസ്റ്ററി എന്താണ്, സോഷ്യോ ഹിസ്റ്റോറിക്കൽ കസ്റ്റംസ് എങ്ങനെയാണ്, ഒപ്പം തന്നെ ട്രഡീഷൻ എങ്ങനെയാണ്, ഡാൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒപ്പം തന്നെ ഫെസ്റ്റിവൽസ് എങ്ങനെയാണ്, മ്യൂസിക്, പെയിന്റിങ്, ആർക്കിടെക്ചർ, സിനിമ, തിയേറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താക്കുന്നത് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പേപ്പറിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കിയാലോ. എന്താണ് കൾച്ചർ, ഈ കൾച്ചറിന്റെ അർത്ഥം എന്താണ്, എന്തിനെയാണ് കൾച്ചർ എന്നും ഹെറിറ്റേജ് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്, അതോടൊപ്പം തന്നെ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. സോ അതോടൊപ്പം തന്നെ എന്താണ് എങ്ങനെയാണ് കൾച്ചർ ഇവാലുവേറ്റ് ചെയ്തത്, അല്ലെ അതിന്റെ ഒരു ഇവോലുവേഷൻ എങ്ങനെയായിരുന്നു ഓരോ സെഞ്ചുറിയിലും. അതായത് ആൻഷ്യൻ പീരീഡിലുള്ള സെയിം കൾച്ചർ അല്ല നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്, അതിനേക്കാൾ കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുള്ള ഒരു കൾച്ചർ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് ഡെവലപ്പ് ആവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്
അതുപോലെയല്ല, അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറാണ് എന്താക്കുന്നത് പിന്നീട് വന്നിട്ടുള്ള മിഡീവൽ പീരീഡിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം വന്നിട്ടുള്ള മോഡേൺ പീരീഡിൽ അതിനേക്കാൾ വ്യത്യസ്തമാണ്. ഇതിന്റെയൊക്കെ കൂടി ആകെ തുകയാണെന്ന് വേണമെങ്കിൽ എന്താക്കാം, നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു സംസ്കാരത്തെ കുറിച്ച് വേണമെങ്കിൽ പറയാൻ കഴിയും. സോ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ കൾച്ചറിന്റെ അല്ലെങ്കിൽ കൾച്ചറിലെ ഡെവലപ്മെന്റിന്റെ ലാൻഡ് മാർക്കുകൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് എന്താക്കുന്നത് ഈ ഒന്നാമത്തെ യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് എന്ത്, ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഫസ്റ്റ് എന്നാണ് ഈ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര്, നിങ്ങൾ ഓർത്തിരിക്കുക. സോ അടുത്തതായിട്ട് ഇതിലെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ യൂണിറ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് വരുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് 2 എന്നാണ്. സോ ഈ ഒരു പേപ്പറിൽ നമ്മൾ ആദ്യത്തെ യൂണിറ്റിലൂടെ നമ്മൾ എന്താക്കുന്നുണ്ട്, ആൻഷ്യൻ പീരീഡിലും ഒപ്പം തന്നെ ആൻഷ്യൻ പീരീഡിൽ എങ്ങനെയാണ് സംസ്കാരം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി എന്താക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ലേറ്റർ മിഡീവൽ പീരീഡിലും അതോടൊപ്പം തന്നെ മോഡേൺ പീരീഡിലും കണ്ടംപററി പീരീഡിലും എങ്ങനെയാണ് സംസ്കാരം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് എന്താക്കുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ ഹിസ്റ്റോറിയൻസ് എന്താക്കിയിട്ടുണ്ട്, ഇന്ത്യയുടെ ഓരോ പീരീഡ്സിനെയും നമ്മൾ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ancient, early medieval, later medieval, then modern, then contemporary. ഈ കണ്ടംപററി പീരീഡ് എന്ന് വെച്ചാൽ അതായത് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന 1947 ശേഷം അല്ലെ 50 ശേഷമുള്ള പീരീഡിനാണ് പൊതുവെ നമ്മൾ കണ്ടംപററി പീരീഡ് എന്ന് പറയുന്നത്. മോഡേൺ പീരീഡ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പീരീഡാണ്. അതോടൊപ്പം തന്നെ ഈ ലേറ്റർ മീഡിയവൽ പീരീഡ് ഏതാണ്, മുഗൾസിന്റെ, അതായത് ഒരു ജഹാംഗീറോട് കൂടി തുടങ്ങുന്ന ഒരു പീരീഡിനാണ് നമ്മൾ ലേറ്റർ മീഡിയവൽ പീരീഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ അതോടൊപ്പം തന്നെ ഈ ഒരു പേപ്പറിലൂടെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, സയൻസ്, ടെക്നോളജി തുടങ്ങിയവയുടെ റോൾ എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്, കൾച്ചറും എൻവിറോൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നും ഈ ഒരു യൂണിറ്റിലൂടെ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റിലീജിയനിൽ വന്നിട്ടുള്ള ഡിഫറെന്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നായിരിക്കും നമ്മൾ എന്താക്കുന്നത് ഈ ഒരു യൂണിറ്റിലൂടെ നോക്കാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൾച്ചറൽ ട്രഡീഷനില് സ്ത്രീകളുടെ, ഇന്ത്യയിലെ കൾച്ചറൽ ഡെവലപ്മെന്റില് അല്ലെങ്കിൽ ട്രഡീഷനിൽ എന്താണ് സ്ത്രീകളുടെ പങ്ക് എന്താണ്, അവർ ഏത് പൊസിഷനിലാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്കറിയാം ഓരോ സമയത്തും സ്ത്രീകളുടെ പൊസിഷൻസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ എന്താവുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ പങ്ക് എന്താണെന്നാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത് അടുത്തതായിട്ട് ഈ ഒരു യൂണിറ്റിലൂടെ നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ യൂണിറ്റിലൂടെ നമ്മൾ ടൂറിസം ആസ്പെക്റ്റിൽ കൾച്ചറിനെ നോക്കി കാണാനാണ് ശ്രമിക്കുന്നത്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിന്റെ പേര് എന്ന് വെച്ചാൽ ടൂറിസം ആൻഡ് കൾച്ചർ എന്നാണ്. സം വ്യൂസ് അതിലെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ലോക്കൽ കൾച്ചേഴ്സിനെ കുറിച്ചാണ് എന്താക്കുന്നത് പഠിക്കുന്നത്. അതായത് ചില ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസിന്റെ ബേസിൽ സ്പെയിന് പോലുള്ള രാഷ്ട്രങ്ങൾ നടന്നിട്ടുള്ള ലോക്കൽ കൾച്ചറിൽ എങ്ങനെയാണ് ടൂറിസം ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത് എന്നായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മൂന്നാമത്തെ യൂണിറ്റിലൂടെ. ഒപ്പം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഒരു ഇന്ത്യയിലെ റൈറ്റേഴ്സ്, അതോടൊപ്പം തന്നെ കൾച്ചറൽ ടൂറിസത്തിന് നൽകിയിട്ടുള്ള അവരുടെ റിലേഷൻ എന്താണ്, ഈ ഇന്ത്യൻ റൈറ്റേഴ്സും കൾച്ചറൽ ടൂറിസവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് കൂടി നമ്മൾ ഈ മൂന്നാമത്തെ യൂണിറ്റിലൂടെയാണ് നോക്കാൻ പോകുന്നത്. സോ ഇനി നാലാമത്തെ യൂണിറ്റ്. ഈ നാലാമത്തെ യൂണിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു യൂണിറ്റിലൂടെയാണ് നമ്മൾ സോഷ്യോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിനെ കുറിച്ച് നോക്കാൻ പോകുന്നത്. അതായത് എന്താണ് ലൈക്ക് സൊസൈറ്റിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, ആൻഷ്യൻ പീരീഡിൽ എങ്ങനെയാണ് സൊസൈറ്റിയുടെ സ്ട്രക്ചർ, അതേപോലെ തന്നെ മിഡീവൽ പീരീഡിൽ എങ്ങനെയാണ് സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്നതാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത് സോഷ്യോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഫസ്റ്റ് എന്ന ഈ യൂണിറ്റിലൂടെ നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് ആൻഷ്യൻ പീരീഡിലും അതോടൊപ്പം തന്നെ മിഡീവൽ പീരീഡിലും എമേർജ് ചെയ്ത് വന്നിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് കൂടി നമ്മൾ എന്താക്കാൻ പോകുന്നുണ്ടായിരിക്കും ഈ ഒരു പേപ്പറിലൂടെ നോക്കാൻ പോകുന്നുണ്ട്. സോ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു യൂണിറ്റിലൂടെ അതിലെ ഇമ്പോർട്ടന്റ്
സോ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത് ഈ ഒരു 4ാമത്തെ യൂണിറ്റിലൂടെ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ 5ാമത്തെ യൂണിറ്റ് എന്ന് വെച്ചാൽ 4ാമത്തെ യൂണിറ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. സോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് 2 എന്നാണ് ഈ യൂണിറ്റിന്റെ പേര് വരുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സൊസൈറ്റിയുടെ കൊളോണിയൽ പീരീഡിലെ നേച്ചർ, എന്താണ് സൊസൈറ്റിയുടെ, ഒപ്പം തന്നെ പോസ്റ്റ് കൊളോണിയൽ പീരീഡിലെയും കണ്ടംപററി പീരീഡിലെയും സൊസൈറ്റിയുടെ നേച്ചറിനെ കുറിച്ചാണ് എന്താക്കാൻ പോകുന്നത് ഈ 5ാമത്തെ യൂണിറ്റിലൂടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനുശേഷം എന്താണ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ, സോ അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നും അത് വ്യത്യസ്ത റിലീജിയനിൽ എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ ആയിരിക്കും നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നുണ്ടായിരിക്കുക. സോ അതിനുശേഷം ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് തുടങ്ങിയ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചായിരിക്കും നമ്മൾ എന്താക്കാൻ നോക്കുക. സോ അതിനുശേഷം കാസ്റ്റും ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ കോൺസെപ്റ്റുകൾ എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്നിട്ടുള്ളത് എന്നാണ്, അതിന്റെ മെയിൻ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇതിലെ 6ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കസ്റ്റംസ്, റിച്വൽസ് ആൻഡ് കൾട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ്. സോ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ പേരിലുള്ളത് പോലെ തന്നെ ഇന്ത്യയുടെ കസ്റ്റംസിനെ കുറിച്ച്, റിച്വൽസിനെ കുറിച്ച്, ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത് ഈ 6ാമത്തെ യൂണിറ്റിലൂടെ നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ പ്രധാനപ്പെട്ട കസ്റ്റംസിനെ കുറിച്ചും റിച്വൽസിനെ കുറിച്ചും അത് ഫോളോ ചെയ്തു വരുന്ന അതിന്റെ വേരിയസ് റിലീജിയസ് ഗ്രൂപ്പിനെ കുറിച്ചും കമ്മ്യൂണിറ്റീസിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും നമ്മൾ എന്താക്കുന്നത് 6ാമത്തെ യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ഇമ്പോർട്ടന്റ് കൾട്ട്സ് ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സെക്ടുകൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ എന്നുള്ളതാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക. ഇതിലെ 7ാമത്തേത് വെച്ചാല് 7ാമത്തെ യൂണിറ്റ് ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ എന്നുള്ളതാണ്. സോ ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേജർ ഫെസ്റ്റിവൽസ്, അതോടൊപ്പം തന്നെ ഫെയർസ് എന്തൊക്കെയാണ് എന്നും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. ഇതിന്റെയൊക്കെ ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്താണ് ഫെസ്റ്റിവലിന് പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്നതായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ടൂറിസത്തിൽ എങ്ങനെയാണ് ടൂറിസ്റ്റുകളെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നുണ്ടായിരിക്കും. സോ അതിനുശേഷം ഇതിൽ നിങ്ങൾ ടൂറിസം ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ടൂർ ഓപ്പറേറ്റർ, ഗൈഡ് തുടങ്ങിയവരുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചായിരിക്കും നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നുണ്ടായിരിക്കുക എന്ന കാര്യം നിങ്ങൾ എന്താക്കുക ഓർത്തിരിക്കുക. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 8ാമത്തെ യൂണിറ്റ് ആണ്. 8ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡാൻസിനെ കുറിച്ചാണ് എന്താക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാല് ഡാൻസിന്റെ തിയറീസും ടെക്നിക്സിനെ കുറിച്ചുമാണ് ഈ 8ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാൻസുകൾ ഉണ്ട് നിങ്ങൾക്കറിയാം. അതിൽ ക്ലാസിക്കൽ ഡാൻസിന് എത്ര അതിന്റെ പഴക്കം അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഡാൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പേപ്പറിലൂടെ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. സോ അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട യൂണിറ്റായ 9ാമത്തെ യൂണിറ്റ് ആണ്. 9ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കിനെയാണ് എന്താക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെന്ന് വെച്ചാൽ എന്താണ് മ്യൂസിക്സ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടന്നിട്ടുള്ളത്, അതോടൊപ്പം തന്നെ എസെൻഷ്യൽ എലമെന്റ്സ് എന്താണ് ഇന്ത്യൻ മ്യൂസിക്കില്, അതോടൊപ്പം തന്നെ ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ എന്താക്കുന്നത് ഈ 9ാമത്തെ യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. 10ാമത്തെ യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പെയിന്റിങ്സിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ഒരു എസ്തെറ്റിക് വ്യൂവിൽ എങ്ങനെയാണ് ഇന്ത്യൻ പെയിന്റിംഗ് ഉള്ളത്, അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്താണ്, അതോടൊപ്പം തന്നെ അതിന്റെ ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ് ഈ പെയിന്റിങ്സിന് എന്നൊക്കെ ആയിരിക്കും നമ്മൾ എന്താക്കുന്നത് ഈ യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു യൂണിറ്റിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ചാൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞതുകൊണ്ട് പറയാണ്. ലൈക്ക് നിങ്ങൾക്കറിയായിരിക്കും മുഗൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഉപാദാനം എന്ന് പറയുന്നത് എന്താണ്, അത് പെയിന്റിംഗ് ആണ്. മുഗൾ പെയിന്റിങ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ പീരീഡിലുള്ള പെയിന്റിങ്സ്, ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള പെയിന്റിങ്സ് അല്ലെങ്കിൽ കൊളോണിയൽ പീരീഡിലുള്ള പെയിന്റിങ്സ് ഒക്കെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സോ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത് ഈ 10ാമത്തെ യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കുക. സോ അതോടൊപ്പം തന്നെ നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കും ഈ ഒരു
യൂണിറ്റിലൂടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട സ്കൂളുകളെ കുറിച്ചും സെന്റേഴ്സിനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം 11ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ തിയേറ്ററുകളെ കുറിച്ചാണ് എന്താകുന്നത് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിൽ പ്രധാനമായിട്ട് ഇന്ത്യൻ ടൂറിസം എന്താണ്, ഇന്ത്യൻ ടൂറിസം എന്ന് ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കൾച്ചറൽ റിസോഴ്സ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ നോക്കുന്നുണ്ടായിരിക്കും. ഒപ്പം തന്നെ ഈ ഇന്ത്യൻ തിയേറ്ററുകൾ എങ്ങനെയാണ് ഒരു റിച്ച് ട്രഡീഷനും ആർട്ട്, കൾച്ചർ തുടങ്ങിയവർക്ക് നൽകുന്ന പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ആയിരിക്കും നോക്കി പോകുന്നുണ്ടായിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ തിയേറ്ററുകൾ, അതിന്റെ ഹിസ്റ്ററി, അതിന്റെ കറന്റ് എങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യൻ തിയേറ്ററിന്റെ അവസ്ഥ, സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് കൂടി നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കും ഈ 11ാമത്തെ യൂണിറ്റിലൂടെ നോക്കുന്നുണ്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ 12ാമത്തെ യൂണിറ്റ്, നിങ്ങളുടെ 12ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സിനിമയെ കുറിച്ചാണ് എന്താക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സിനിമ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ളതെന്നായിരിക്കും നമ്മൾ എന്താക്കുന്നത് ഈ ഒരു യൂണിറ്റിലൂടെ നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ കുറിച്ചും ആയിരിക്കും നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു യൂണിറ്റിലൂടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുമായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് സോഷ്യൽ റിയാലിറ്റികളെ സിനിമകളിലായിട്ട് പോർട്രേ ചെയ്യുന്നതെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായ ഇന്ത്യൻ സിനിമയിൽ എങ്ങനെയാണ് പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവുകൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. അടുത്തതായിട്ട് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ എങ്ങനെയൊക്കെയാണ് ഈ സ്ത്രീ ഇമേജ് അല്ലെങ്കിൽ പുരുഷൻ എന്ന ഇമേജിനെയൊക്കെ എങ്ങനെയാണ് അതില് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരിക്കും ഈ ഒരു യൂണിറ്റിലൂടെയാണ് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിനിമയിലെ മ്യൂസിക്കിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് 13ാമത്തെ യൂണിറ്റ് ആണ്. ഈ ഒരു 13ാമത്തെ യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആർക്കിടെക്ചേഴ്സിനെ കുറിച്ചാണ് എന്താക്കുന്നത് പഠിക്കുന്നുണ്ടായിരിക്കുക. അതായത് 13ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മെയിൻ ആർക്കിടെക്ചർ സ്റ്റൈലുകളെ കുറിച്ചാണ് എന്താക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. അതായത് ഈ ആർക്കിടെക്ചർ സ്റ്റൈലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ആൻഷ്യന്റ് ബ്രിട്ടീഷ് പീരീഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നമ്മൾ എന്താക്കുന്നത് ഈ ഒരു പേപ്പറിലൂടെ നോക്കുന്നുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ടെക്നിക്കുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ അതിലെ അഡാപ്റ്റ് ചെയ്ത ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്താണ് ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളത്, ഈ ഒരു യൂണിറ്റിലായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സൊസൈറ്റിയും ആർക്കിടെക്ചറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നാണ്. സോ അടുത്തതായിട്ട് 14ാമത്തെ യൂണിറ്റ് ആണ്. 14ാമത്തെ യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റീജിയണൽ ആർക്കിടെക്ചറിനെ കുറിച്ചാണ് എന്താക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക റീജിയണൽ സ്റ്റേറ്റുകളിൽ നടന്നിട്ടുള്ള കൺസ്ട്രക്ഷൻസിനെ കുറിച്ചാണ്, ബിൽഡിങ്സിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഒരു ഏരിയ ടു ഏരിയ അതിനുള്ള വ്യത്യാസം എന്താണെന്നായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. നമ്മളിപ്പം ടെമ്പിൾസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ടെമ്പിളിനെ പോലെയല്ല തമിഴ്നാട്ടിലുള്ള ടെമ്പിള്. സോ അത് തന്നെ, അല്ലെങ്കിൽ കേരളത്തിലുള്ള കൺസ്ട്രക്ഷൻസ് പോലെയല്ല തമിഴ്നാട്ടിലെ വീടുകള്. ഓരോ വീടും എന്താണ് ഒരുപാട് കഥകൾ പറയുന്നുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരിക്കും, കൺസ്ട്രക്ഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരിക്കും. സോ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റില്, അതായത് ഈ കൊളോണിയൽ പീരീഡിൽ നടന്നിട്ടുള്ള മേജർ ആർക്കിടെക്ചറൽ ഡെവലപ്മെന്റുകൾ എന്താണ് റീജിയണൽ ഏരിയാസിൽ എന്നായിരിക്കും നമ്മൾ എന്താക്കാൻ പോകുന്നത്. അല്ലെ റീജിയണൽ ആർക്കിടെക്ചറിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ എന്താക്കുന്നത് ഈ 14ാമത്തെ യൂണിറ്റിലൂടെ നോക്കാൻ പോകുന്നത്. ഈ 15ാമത്തെ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആർക്കിടെക്ചർ ഫങ്ഷണൽ കാറ്റഗറീസ് ഇൻ ആർക്കിടെക്ചർ എന്നാണ് 15ാമത്തെ യൂണിറ്റ് വരുന്നത്. സോ ഈ ഒരു യൂണിറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, ഓരോ ടൈമിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഈ ആർക്കിടെക്ചറിൽ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ നോക്കുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഈ മോണ്യുമെന്റ്സ് സൊസൈറ്റിയിലുള്ള പ്രാധാന്യം എന്താണ്, അതിന്റെ റെലവൻസ് എന്താണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെയാണ് നോക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതായത് ലൈക്ക് പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ ആയിരിക്കും നോക്കാൻ പോകുന്നത്. 16ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്കൾപ്ചേഴ്സിനെ കുറിച്ചാണ്, അഥവാ ശില്പകലയെ കുറിച്ചാണ് എന്താക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ത്യയുടെ ശില്പകലയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെ വലിയൊരു റിച്ച് ആയിട്ടുള്ള
ഒരു ശില്പകല ഹിസ്റ്ററി നമുക്ക് പറയാൻ കഴിയും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇന്നും കാണാൻ കഴിയും. ഇപ്പം ഇന്ത്യയിലെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലെ ടെമ്പിൾസ് ഒക്കെ കാണുകയാണ്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ശില്പങ്ങൾ എന്താക്കിയിട്ടുണ്ടായിരിക്കും, ടെമ്പിൾസിലും മറ്റും കൊത്തിവെച്ചിട്ടുണ്ട്. സോ അത് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ശില്പങ്ങളിൽ ഉണ്ടായിട്ടുള്ള കളറില് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ശില്പങ്ങളുടെ നിർമ്മാണത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇനിയാണ് ഇങ്ങനെ ഒരു ശില്പം നിർമ്മിച്ചെന്ന് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ എന്താക്കുക ഓർത്തിരിക്കുക. ഈ ഒരു 16ാമത്തെ ചാപ്റ്ററിൽ അതിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശില്പകലയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് എന്താക്കുന്നത് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ടൂറിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത് ഈ 16ാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ 17ാമത്തെ യൂണിറ്റ് ആണ്. 17ാമത്തെ യൂണിറ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ഇനി അങ്ങോട്ടുള്ള യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്തു പോകുന്നതും ആർക്കിടെക്ചറിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 17ാമത്തെ യൂണിറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ആർക്കിടെക്ചർ ആയിട്ടുള്ള ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ചാണ് എന്താക്കുന്നത് പഠിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ എന്താക്കാണ്, എങ്ങനെയാണ് ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഡെവലപ്മെന്റ്, എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ, അതിന്റെ സ്റ്റൈലുകൾ എന്താണ്, എങ്ങനെയാണ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത് എന്നൊക്കെയാണ് എന്താക്കുന്നത് പഠിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ടെമ്പിൾ ആർക്കിടെക്ചറുകളാണുള്ളത്. ഒന്ന് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും മറ്റൊന്ന് നഗര സ്റ്റൈൽ ആർക്കിടെക്ചറുമാണുള്ളത്. സോ നമ്മുടെ നോർത്തിലേക്ക് പോകുന്നവർ നഗര സ്റ്റൈലിലാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. അവർ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതനുസരിച്ച് നഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ തമിഴ്നാട്, കർണാടക, അതേപോലെ തന്നെ കേരളം, ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഒരു സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. അതിനെ കുറിച്ചാണ് എന്താക്കുന്നത് ഈ 17ാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് നിങ്ങള്. സോ അതോടൊപ്പം തന്നെ ഈ ഒരു ചാപ്റ്ററിലൂടെ നിങ്ങൾ ഓരോ റീജിയൻ വൈസ് ടെമ്പിൾ സ്റ്റൈലിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് എന്താക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. സോ അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട്ടിലുള്ള ടെമ്പിളിന്റെ ഒരു കൺസ്ട്രക്ഷനേ അല്ല കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ കാണുന്ന ടെമ്പിളുകൾ എങ്ങനെയാണ്, ഒറ്റ നില ചെറിയൊരു ടെമ്പിൾ അല്ലെങ്കിൽ ലൈക്ക് വലിയ ടെമ്പിളുകൾ വളരെ ചുരുക്കം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്നാൽ തമിഴ്നാട്ടിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലിയ വലിയ ബിൽഡിങ്ങുകളായിട്ട് അല്ലെങ്കിൽ വലിയ വലിയ സ്ട്രക്ചറുകളാണ് ടെമ്പിൾസിലുള്ളത്. സോ അത് തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളൊന്ന് ഓർത്താൽ മതി എങ്ങനെയാണ് തമിഴ്നാട്ടിലെ ടെമ്പിൾ ആർക്കിടെക്ചർ ഉള്ളത്, കേരളത്തിലെ ടെമ്പിൾ ആർക്കിടെക്ചർ ഉള്ളത്. ഇതുപോലെ ഓരോ റീജിയൻ വൈസ് ടെമ്പിൾ ആർക്കിടെക്ചറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ടെമ്പിൾസിൽ വന്നിട്ടുള്ള അതിന്റെ കൺസ്ട്രക്ഷൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് എന്താക്കുന്നത് നമ്മൾ ഈ 17ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. 18ാമത്തെ യൂണിറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ആർക്കിടെക്ചർ ആയിട്ടുള്ള റോക്ക് കട്ട് ആർക്കിടെക്ചറിനെ കുറിച്ചാണ് എന്താക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കലി ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഈ റോക്ക് കട്ട് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇതിലൊരു പ്രധാനമായിട്ടും റോക്ക് കട്ട് ആർക്കിടെക്ചറിന് സംഭാവന നൽകിയിട്ടുള്ളത് ബുദ്ധിസ്റ്റുകളും ജെയിൻ വിശ്വാസി അല്ലെങ്കിൽ ജെയിൻ മോങ്കുകളൊക്കെ ആണ്. അതായത് ഇവിടെ ബുദ്ധിസ്റ്റ് റോക്ക് കട്ട് ആർക്കിടെക്ചറുകൾ നമുക്ക് ഇന്ത്യയിൽ എന്താണ് ഒരുപാട് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത് ഈ 18ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്നും നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കും ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതാണ് ജെയിൻ ആർക്കിടെക്ചറിനെ കുറിച്ച്, ജെയിൻ റോക്ക് കട്ട് ആർക്കിടെക്ചറിനെ കുറിച്ച്. അതോടൊപ്പം തന്നെ ഹിന്ദു റോക്ക് കട്ട് ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ എന്താക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട റോക്കറ്റ് ആർക്കിടെക്ചറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ബദമിയിലെയൊക്കെ ടെമ്പിൾസ് എന്ന് പറയുന്നത്. സോ അതൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത് ഈ 18ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ 19ാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് ഈ മിഡീവൽ പീരീഡിലാണ് ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചറിന്റെ എന്താ ഡെവലപ്മെന്റ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചറിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ മിഡീവൽ പീരീഡിലാണ്. അതായത് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആർക്കിടെക്ചറിൽ മുസ്ലിംസിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്നാണ്, അല്ലെങ്കിൽ അറബികളുടെ അല്ലെ പേർഷ്യക്കാരുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഈ ആർക്കിടെക്ചറിൽ നടന്നിട്ടുള്ളതെന്നാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഡൽഹി അല്ലെങ്കിൽ ആഗ്രയിലുള്ള താജ്മഹൽ, അതോടൊപ്പം തന്നെ കുത്തുബ് മീനാർ തുടങ്ങിയിട്ട് ഒരുപാട്
ആ കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ നിങ്ങൾക്ക് എന്താക്കാൻ കാണാൻ കഴിയും. സോ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആർക്കിടെക്ചറിന്റെ ഒരു വിസ്മയം തന്നെയാണ്. സോ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ എന്തായിരിക്കും ആർക്കിടെക്ചറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിവിഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കും ഈ ഒരു യൂണിറ്റിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡിഫറെന്റ് പ്ലേസിലുള്ള ആർക്കിടെക്ചറിലെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ്. അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഈ ഒരു പേപ്പറിലെ അവസാനത്തെ യൂണിറ്റ് ആണ് 20ാമത്തെ യൂണിറ്റ്. 20ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് കൾച്ചർ എന്നതാണ്. കൾച്ചറിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ യൂണിറ്റിലൂടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു യൂണിറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്, പ്രിസർവേഷൻ കൾച്ചറിന്റെ സംരക്ഷണം എന്താണ്, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ എന്താക്കുന്നത് ഇവിടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒപ്പം തന്നെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ നോക്കുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കൺസർവേഷൻ ആൻഡ് എങ്ങനെയാണ് ഇന്ത്യൻ ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ കൾച്ചറിൽ ഇതിന്റെ സംസ്കാരത്തെ എഫക്ട് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ എന്തായിരിക്കും ഈ ഒരു യൂണിറ്റിലൂടെയാണ് നോക്കാൻ പോകുന്നുണ്ടായിരിക്കുക. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ക്ലാസ്സിലൂടെ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാല് എന്തൊക്കെയാണ് നമ്മളെ ഈ യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്ത്യൻ റിസോഴ്സ് 1 എന്ന ഈ പേപ്പറിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് എന്നാണ് എന്താക്കിയിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു ഓരോ യൂണിറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എന്താക്കാം ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.